വെൽക്കം ടു 1985 V5. ഇത് തമിഴ്നാട്ടിൽ തഞ്ചാവൂരുള്ള ബൃഹദീശ്വര ക്ഷേത്രമാണ്. കാവേരി നദിയുടെ തെക്കേ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാജരാജ കോവിൽ, പെരിയ കോവിൽ, ബിഗ് ടെമ്പിൾ എന്നൊക്കെ ബൃഹദീശ്വര ക്ഷേത്രത്തിന് പറയാറുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ ഒന്നാമൻ ചോള ആർക്കിടെക്ചർ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് ഈ ഗംഭീര ക്ഷേത്രം. ഈ മൂന്നാമത്തെ ഔട്ടർ ഗേറ്റ് മറാത്ത രാജാക്കന്മാർ 18-ാം നൂറ്റാണ്ടിൽ പണിതതാണ്. ഇത് രണ്ടാമത്തെ ഗേറ്റ്. ഇതിന് കേരളാന്തക ഗേറ്റ് എന്നും പറയുന്നുണ്ട്. ഇത് ചോള രാജാക്കന്മാർ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇവിടെ വളരെ ദേഷ്യഭാവത്തിലുള്ള പാർവതിയെയും ആനന്ദ നൃത്തമാടുന്ന ശിവനെയുമാണ് മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ ഗേറ്റിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നാമത്തെ ഗേറ്റിന് രാജരാജൻ തിരുവാസൽ എന്നാണ് പറയുന്നത്. ഇവിടെ 2 ദ്വാരപാലകന്മാർ ഉണ്ട്, 2 സൈഡിലായിട്ട്. ഇവരുടെ മുദ്രകൾ ശ്രദ്ധിക്കണം. അതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമാണ് ആ മുദ്രകൾക്കുള്ളതെന്ന് പറയുന്നത്. നമ്മളുടെ ഗൈഡാണ് നമുക്കിത് വിസ്തരിച്ച് തരുന്നത്. ഗോപുരത്തിന് മുകളിലും ചുറ്റുമതിലുമായിട്ടും ഒരുപാട് ശില്പങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. മൃഗങ്ങളും മനുഷ്യരും എല്ലാം അതിൽപ്പെടും. ഇന്ത്യയിലെ ഫസ്റ്റ് ഗ്രാനൈറ്റ് ടെമ്പിളാണ് ഇത്. 44 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീ പ്രൊസീജിയറിലാണ്. കാരണം സിമെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഗ്രാനൈറ്റുകൾ തമ്മിൽ അങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അന്ന് മെഷീനറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രാനൈറ്റിൽ ഹോൾസ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ മരച്ചീലുകൾ തിരുകി വയ്ക്കും, കയറ്റി വയ്ക്കും. അപ്പോൾ അത് കുറേ വെള്ളം ഒഴിച്ച് വെക്കും, വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ അത് ചേർത്തിട്ട് അതിനനുസരിച്ചിട്ട് ഗ്രാനൈറ്റ് അങ്ങനെ അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാവും അത്ര. അങ്ങനെയൊക്കെയാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ 16-ാം നൂറ്റാണ്ടിൽ നായകന്മാരുടെ കാലത്ത് ഒരുപാട് മെയിൻ്റനൻസ് വർക്കും അഡീഷണൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുറംചുവരുകളിലുള്ള ഈ ശില്പങ്ങൾ കുറേ അന്ന് ഉണ്ടാക്കിയതാണത്ര, അന്ന് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം അങ്ങനെ അത്ര അധികം ശില്പങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ കാണുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്, ഒരു രഥത്തിൻ്റെ ആകൃതിയിൽ. ഇത് രാജരാജ ചോളൻ്റെ ഗുരുവിനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ്. ബൃഹദീശ്വര ക്ഷേത്രം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടതാണ്. ഇത് ചുറ്റമ്പലമാണ്. ഇവിടെ 108 ശിവലിംഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് നായകന്മാരുടെ കാലത്താണ് അത് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഒക്കെ രാജരാജ ചോളൻ്റെ കാലത്ത് ഇവിടെ 1000-ഓളം കലാകാരന്മാരും മറ്റു ജീവനക്കാരും താമസിച്ചിരുന്നത് ഈ ചുറ്റമ്പലത്തിലായിരുന്നു അത്ര. പതിനാറാം നൂറ്റാണ്ടിൽ നായകന്മാരുടെ കാലത്ത് സ്ട്രിപ്പോ കാർവിംഗ് മെത്തേഡാണ് അത്ര ഈ ചെറിയ കൊച്ചു ശില്പങ്ങളൊക്കെ കാർവ് ചെയ്തിരിക്കുന്നത്. അതിനൊരു 3D കാരണം 3 ഡയമെൻഷനിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചണ്ഡികേശ്വര ക്ഷേത്രത്തിനകത്ത് 29 ഫീറ്റ് ഉയരത്തിലാണ് ജൈജാൻറ്റിക് ശിവലിംഗം കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു സിംഗിൾ സ്റ്റോണിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ഇവിടെ സന്ദർശിച്ച വെനീഷ്യൻ മർച്ചൻ്റ്
മാർക്കോ പോളോയുടെ ഒരു രൂപം ശില്പം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതാണത്. അന്നത്തെ രാജാക്കന്മാരുമായിട്ടുള്ള വളരെ അടുത്ത സൗഹൃദമായിരിക്കാം ഇതിന് കാരണം. ഈ ക്ഷേത്രത്തിന് പകൽ സമയം നിഴൽ ഇല്ല എന്നാണ് പറയുന്നത്. അത് ആ രീതിയിലാണ്, ചോള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ് അവിടെ കാണുന്നത്. നിഴൽ വീഴാത്ത രീതിയിലാണ് അത് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഉയരം 216 ഫീറ്റാണ്. എൺപത് ടൺ ഭാരമുള്ള ഒരു സ്റ്റോണാണ് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ടുള്ളത്, താഴികക്കുടമായിട്ട് ഇരിക്കുന്നത്. അത് ഇത്രയും ദൂരെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ 60 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഇത് ക്ഷേത്രം പണിയാനുള്ള ഗ്രാനൈറ്റുകൾ കൊണ്ടുവന്നത്. ഈ സ്റ്റോൺ കൊണ്ടുവന്നത് അതിലും ദൂരെ നിന്നാണെന്നാണ് പറയണത്. എന്നിട്ട് ആനകളൊക്കെ വെച്ചിട്ടാണ് ചെരുവുണ്ടാക്കി ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് സുബ്രഹ്മണ്യ ടെമ്പിളാണ്. അത് 16th സെഞ്ച്വറിയിൽ നായക്കന്മാർ ഉണ്ടാക്കിയതാണ്. വളരെ അടുത്തുനിന്ന് കാണുമ്പോൾ അതിമനോഹരമാണ് ശില്പവേലകൾ. മഹിഷാസുരമർദ്ദിനി. നന്ദി മണ്ഡപത്തിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മുന്നിൽ കാണുന്നത് മുഖമണ്ഡപം. നന്ദി മണ്ഡപത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ദേവിയുടെ ക്ഷേത്രമുള്ളത്. ദേവീ ക്ഷേത്രം 13ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാഗദേവാണ് അതിൻ്റെ ഉള്ളിൽ ആരാധിക്കുന്നത്. ഈ കവാടത്തിൻ്റെ അല്ലെങ്കിൽ ഗോപുരത്തിൻ്റെ ഉള്ളിലായിട്ട് നാഗദൈവത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്തിട്ട് ഈ ക്ഷേത്രം അതിസുന്ദരിയായിട്ടിരിക്കണം. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാറായി. ക്ഷേത്ര ഗോപുരവും താഴികക്കുടവും എന്നും ഒരു വിസ്മയമായ അനുഭവം തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.